തെലുങ്ക് സൂപ്രതാരം അല്ലു അർജുന് ഇടക്കാല ജാമ്യം അനുവദിച്ച് തെലങ്കാന ഹൈക്കോടതി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾ വിനയ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകും. വിനയ, എന്തൊക്കെ കാര്യങ്ങൾ സൂചിപ്പിച്ചാണ് കോടതിയുടെ നടപടി? ലിബിഷ്, ഏകദേശം ഒരു 1.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് തെലങ്കാന ഹൈക്കോടതി അല്ലു അർജുന് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ ജസ്റ്റിസ് ജുവഡി ശ്രീദേവിയുടെ സിംഗിൾ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നിരവധി വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചത്. പ്രധാനമായും കോടതി നിരീക്ഷിച്ചത് ഒരു ജനപ്രിയ താരം എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിടത്ത് പോകാനോ കൂടാതെ സിനിമയുടെ പ്രൊമോഷന് പങ്കെടുക്കാനോ പാടില്ല എന്ന തരത്തിൽ അല്ലു അർജുൻമേൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വയ്ക്കാൻ ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഒരു നടനായതുകൊണ്ട് അല്ലു അർജുന് വ്യക്തി സ്വാതന്ത്ര്യമില്ല എന്ന് പറയാൻ സാധിക്കില്ല. കൂടാതെ ഒരു പ്രൊമോഷന്റെ ഭാഗമായി ഒരിടത്ത് നടൻ പോയത് കൊണ്ട് അപകടമുണ്ടായെന്ന് പ്രഥമദൃഷ്ട്യാ പറയാൻ സാധിക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതിനാൽ ജാമ്യം നൽകരുതെന്ന സർക്കാർ അഭിഭാഷകന്റെ ഈ വാദം നിലവിൽ ഇപ്പോൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ പിന്നീട് പറഞ്ഞ ഒരു കാര്യം, ഒരു നടനായതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഒരു സൂപ്പർ താരമായതുകൊണ്ട് പരിപാടികളിൽ പങ്കെടുക്കരുത് എന്നും പറയാൻ സാധിക്കില്ല. വലിയ കൂടാതെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്ന് സംശയിക്കുന്നതായും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രധാനമായും ഈ മരിച്ച സ്ത്രീയുടെ കുടുംബത്തോട് സഹതാപമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ കുറ്റം അല്ലു അർജുന് മേൽ മാത്രം നിലനിൽക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു സൂപ്പർ താരമാണെന്ന് കരുതി അല്ലു അർജുനോട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറയാൻ കഴിയില്ലെന്നും അത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അല്ലു അർജുന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ നേരത്തെ കേസ് പരിഗണിക്കുമ്പോഴും മറ്റുമെല്ലാം തന്നെ ഈ സർക്കാർ അഭിഭാഷകൻ, പ്രോസിക്യൂഷൻ അടക്കം തന്നെ നടന് ജാമ്യം അനുവദിക്കരുത് എന്ന തരത്തിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും അല്ലു അർജുന് ജാമ്യം നൽകരുതെന്ന ഒരു നിർബന്ധമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയായിരുന്നു ഈ സർക്കാർ അഭിഭാഷകൻ അടക്കം തന്നെ ഈ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ അല്ലു അർജുനെ പോലുള്ള താരങ്ങളോട് തിയേറ്റർ സന്ദർശിക്കാൻ പാടില്ല എന്ന് അടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. തുടർന്ന് കോടതി അടക്കം തന്നെ അത്തരത്തിൽ അല്ലെങ്കിൽ ആ അനുമതി നിഷേധിച്ചതിന്റെ രേഖകൾ ഹാജരാക്കണമെന്ന് ഈ സർക്കാർ അഭിഭാഷകനോട് പറയുകയും തുടർന്ന് സർക്കാർ അഭിഭാഷകൻ തിങ്കളാഴ്ച ഇത്തരത്തിൽ ഈ രേഖകളെല്ലാം തന്നെ ഹാജരാക്കാം, അതുവരെ നടന് ജാമ്യം അനുവദിക്കരുതെന്ന് ഈ കോടതിയിൽ വാദിക്കുക ഒക്കെ തന്നെയായിരുന്നു. നമുക്കറിയാം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ശനിയും ഞായറും കോടതി അവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഒരു നിർബന്ധിത ബുദ്ധിയോടെ അല്ലു അർജുനെ ജയിലിലേക്ക് അടയ്ക്കണം അല്ലെങ്കിൽ ജയിലിലേക്ക് ആക്കണം എന്ന ഒരു നിർബന്ധിത ബുദ്ധിയോടെ തന്നെയായിരുന്നു ഈ സർക്കാർ അഭിഭാഷകൻ അടക്കം തന്നെ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എന്തായാലും ഈ 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ്, ഒരുപാട് നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ തെലങ്കാന ഹൈക്കോടതി ഇപ്പോൾ നടന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ വ്യക്തി സ്വാതന്ത്ര്യം കണക്കിലെടുത്തും അല്ലെങ്കിൽ ഒരു നടനായതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് നിരീക്ഷിച്ചത് കൊണ്ടാണ് ഇപ്പോൾ കോടതി ഇടക്കാല ജാമ്യം എന്തായാലും അനുവദിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ യുവതിയുടെ ഭർത്താവും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഈ ഭർത്താവ് അടക്കം തന്നെ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച യുവതിയുടെ ഭർത്താവ് പ്രധാനമായും ഉന്നയിച്ചതും ഈ അല്ലു അർജുനെതിരായ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നാണ് ഈ മരിച്ച യുവതിയുടെ ഭർത്താവ് അടക്കം തന്നെ വ്യക്തമാക്കിയത്. കൂടാതെ അല്ലു അർജുൻ അല്ല അപകടത്തിന് കാരണമെന്നും ഈ യുവതിയുടെ ഭർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നിരവധി നാടകീയ രംഗങ്ങൾക്കൊടുവിൽ ഇപ്പോൾ നടന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ലിബീഷ്. പുഷ്പ 2 എന്ന സിനിമയുടെ റിലീസിംഗിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ.